പ്രിയമുള്ളവരെ, തെയ്യോസ് എന്ന പേരിലുള്ള ഈ വിശുദ്ധവാര ധ്യാനത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാനത്തിൻ്റെ പേര് തെയ്യോസ് എന്നാണ്. ഇത് വളരെ അർത്ഥപൂർണമായൊരു പേരാണ്. തെയ്യോസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിൽ ദൈവം എന്നാണ് അർത്ഥമെന്ന് നിങ്ങൾക്കറിയാം. അതായത് ഈ പീഡാനുഭവ വാരം എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള അവസരമാണ്. ദൈവത്തെ മുഖാമുഖം മനുഷ്യൻ കണ്ടുമുട്ടും. ദൈവം തന്നെ വളരെ വ്യത്യസ്തനായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു എന്നുള്ളത് ഈ പീഡാനുഭവ വാരത്തിൻ്റെ മറ്റൊരു സവിശേഷതയാണ്. സാധാരണയായുള്ള ദൈവസങ്കല്പങ്ങളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ചോരവാർന്ന ശരീരവുമായി, തിരുമുറിവുകൾ അണിഞ്ഞ ശരീരവുമായി, മുൾക്കിരീടമണിഞ്ഞ് അപഹാസ്യനായി കുരിശിൽ പിടഞ്ഞു മരിക്കുന്ന എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് നിലവിളിക്കുന്ന ദൈവപുത്രനെ കാണുമ്പോൾ പ്രിയമുള്ളവരെ, നാം തികച്ചും വ്യത്യസ്തനായ ഒരു ദൈവത്തെ കണ്ടുമുട്ടുന്ന അവസരമാണ് ഈ പീഡാനുഭവ ചിന്ത എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പുൾട്ടൻഷീൻ മെത്രാൻ പറഞ്ഞതുപോലെ we come across with a radically different concept of God in the cross of Christ. ശരിക്കും ഈ തികച്ചും വ്യത്യസ്തനായ ഒരു ദൈവത്തെ കണ്ടുമുട്ടുക, ആ ദൈവത്തെ കണ്ടുമുട്ടുകയാണ് ഈ ധ്യാനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുക. അതുകൊണ്ടാണ് ഈ ധ്യാനത്തിന് തെയ്യോസ് എന്ന പേര് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ധ്യാനം ആരംഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഓശാന ഞായറാഴ്ചയാണല്ലോ ഇന്ന്, ഓശാന ഞായറാഴ്ചയുടെ ചിന്ത പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഓശാനയിൽ ഈശോ തൻ്റെ പതിവ് ശൈലി വിട്ട് പ്രവർത്തിക്കുന്ന രംഗമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് യാത്ര തിരിക്കുകയാണ്. വിശുദ്ധ സുവിശേഷകന്മാരെല്ലാവരും അത് വളരെ കൃത്യമായി വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് ഓശാനയുടെ വിവരണം. അവർ ജെറൂസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങൾക്കടുത്തെത്തിയപ്പോൾ അവൻ 2 ശിഷ്യരെ അയച്ചുകൊണ്ട് പറഞ്ഞു, എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ. അതിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്തൊരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണും. അതിനെ അഴിച്ചുകൊണ്ട് വരുവിൻ. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്, ഉടനെ തിരിച്ചയക്കുന്നതാണ് എന്ന് പറയുക. അവർ പോയി തെരുവിൽ ഒരു പടിവാതിൽക്കൽ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു. അവർ അതിനെ അഴിക്കുമ്പോൾ അവിടെ നിന്നിരുന്നവർ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? യേശു പറഞ്ഞതുപോലെ ശിഷ്യന്മാർ മറുപടി പറഞ്ഞു. അവനെ കൊണ്ടുപോകാൻ അവർ അനുവദിച്ചു. ഇങ്ങനെയാണ് വിവരണം തുടങ്ങുന്നത്. ഈശോ മഹിമപ്രതാപങ്ങളോടെ രാജകീയമായി ജെറുസലേം നഗരത്തിലേക്ക് പ്രവേശിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈശോ നേരിട്ടാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല. സാധാരണഗതിയിൽ ഈശോ എല്ലാ ആഘോഷങ്ങൾക്കും അവധി കൊടുക്കുന്നയാളാണ്. തനിക്ക് വേണ്ടി ആരും സ്തുതി പറയുന്നത്, ബഹളം വയ്ക്കുന്നതൊന്നും ഈശോയ്ക്ക് ഇഷ്ടമല്ല. തന്നെ രാജാവാക്കാൻ ആളുകൾ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവർക്കിടയിൽ നിന്ന് അവൻ മറഞ്ഞുപോയി എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അവന് ഇത്തരത്തിലുള്ള ഭൗതികമായ ആടയാഭരണങ്ങളോടോ അലങ്കാരങ്ങളോടോ അധികാരങ്ങളോടോ താല്പര്യമുള്ളവനായിരുന്നില്ല എന്ന് സുവിശേഷത്തിൻ്റെ ഹൃദയം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം രാജകൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലെല്ലാം കാലിത്തൊഴുത്തിൽ പിറന്നവന് രാജകീയതയോടും ആഘോഷങ്ങളോടും സ്വതവേയുള്ള വിരക്തി ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ്. ആർക്കെങ്കിലും ഒരു അത്ഭുതം ചെയ്തു കഴിഞ്ഞാൽ ഇതാരോടും മിണ്ടിയേക്കരുത് എന്ന് പറഞ്ഞ് അവരുടെ വാ പൂട്ടിയാണ് ഈശോ വിടുന്നത് എന്ന് നമുക്കറിയാം. അപ്രകാരം എല്ലാ പ്രശസ്തികളിൽ നിന്നും അകലുന്ന കർത്താവ് ഇവിടെ തനിക്ക് വേണ്ടി ബോധപൂർവം ഒരാഘോഷം സംഘടിപ്പിക്കും. ഇതാണ് ഓശാന ഞായറാഴ്ചയുടെ സവിശേഷത. നാം ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ ധ്യാനങ്ങൾക്കും ആമുഖമായി പറയാവുന്നതാണ്,
മിലാനിലെ കർദിനാളായിരുന്ന കാർഡിനൽ മരിയ മർത്തീനി പറഞ്ഞു, എല്ലാ ധ്യാനത്തിലും പങ്കെടുക്കുന്നത് ധ്യാനഗുരുവും ധ്യാനിക്കുന്നയാളും മാത്രമല്ല, മറ്റ് ചിലരും കൂടി ഈ ധ്യാനത്തിൽ പങ്കുചേരുന്നു. അതിൽ തീർച്ചയായും ധ്യാനിപ്പിക്കുന്ന ധ്യാനഗുരു ധ്യാനത്തിൻ്റെ ഭാഗമാണ്. കേൾക്കുന്നവരായ നിങ്ങൾ ഈ ധ്യാനത്തിൻ്റെ ഭാഗമാണ്. മൂന്നാമതൊരു കൂട്ടരുണ്ട്. അത് ആരാണ് എന്ന് ചോദിച്ചാൽ, എല്ലാ ധ്യാനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രകാശിക്കണം, മനുഷ്യർ മാനസാന്തരപ്പെടണം എന്ന് നിയോഗം വെച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ എത്രയോ മിണ്ടാമടങ്ങളിൽ, എത്രയോ സന്യാസ ഭവനങ്ങളിൽ പരിശുദ്ധ കുർബാനയെ ഏകാന്തമായി നിശബ്ദമായി ആരാധിക്കുന്ന അനേകായിരം മനുഷ്യർ വചനം കേൾക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഓരോ വചനപ്രഘോഷണവും ഒരു സഭാത്മക പ്രവൃത്തിയാണ്. സഭയൊന്നാകെ ഈ ധ്യാനത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. നാലാമതായി, ഈ ധ്യാനം നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം ഈ തിരുവചനം എഴുതാൻ അപ്പസ്തോലന്മാരെ പ്രചോദിപ്പിച്ചതാരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്ന ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഈ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ ശരിയായ അർത്ഥം എന്ത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞത്, ദൈവനിവേശനം എന്നത് ഇത് എഴുതിയവർക്ക് മാത്രമുള്ളതല്ല, ഇത് ഓരോ തവണയും വായിച്ച് കേൾക്കുന്ന വിശ്വാസിയെ പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുന്നു. അതുകൊണ്ട് ധ്യാനം കേൾക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം എഴുതിയ അവരെ പ്രചോദിപ്പിച്ച് അതേ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിപ്പിക്കപ്പെടും എന്നുള്ളതിനാൽ ഓരോ ധ്യാനവും ഒരു പരിശുദ്ധാത്മ പ്രവൃത്തിയാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. അവസാനമായി കർദിനാൾ മർത്തീനി പറഞ്ഞ ഇതാണ്, ധ്യാനത്തിൽ പങ്കുചേരുമ്പോൾ അവിടെ പിശാച് പ്രവർത്തിക്കും. എല്ലാ ധ്യാനത്തിലും പിശാചും പങ്കെടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ കൂടെ പിശാചും ഈ ധ്യാനം കൂടുന്നുണ്ട്. കാര്യം ഇതിൻ്റെ പേര് തെയ്യോസ് എന്നൊക്കെ ആണെങ്കിലും പിശാച് ആ പേര് കേട്ട് വന്നിട്ടുണ്ട്. കാരണം ഈ ധ്യാനം ഉഴപ്പാൻ, ഈ ധ്യാനത്തിൽ നമ്മളെ അകറ്റാൻ, ഈ ധ്യാനത്തിൽ പങ്കുവയ്ക്കുന്ന ചിന്തകളോട് പ്രതികരിക്കാൻ, ഇതൊന്നും ശരിയല്ല എന്ന് പറയാൻ ഒക്കെ നമ്മളെ ദൈവീക ഐക്യത്തിൽ നിന്ന് അകറ്റുവാൻ നിരന്തരം പിശാച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള 5 അംഗങ്ങൾ എല്ലാ ധ്യാനത്തിലും പങ്കുചേരുന്നുവെന്ന് കർദിനാൾ മർത്തീനി പറഞ്ഞത് വളരെ സത്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പങ്കുവെച്ചത്. നമ്മളും അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇത് വചനം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമല്ല ധ്യാനം എന്ന് പറയുന്നത്. മറിച്ച് സഭയൊന്നാകെ ഈ ധ്യാനത്തിൽ പങ്കുചേരുന്നു. സർവോപരി ഇതൊരു പരിശുദ്ധാത്മ പ്രവൃത്തിയാണ്. അതോടൊപ്പം ഇത് നരകപിശാചിനെതിരായുള്ളൊരു പോരാട്ടത്തിൻ്റെ അവസരം കൂടിയാണ് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ധ്യാനത്തിൽ പങ്കുചേരും. ധ്യാനത്തിൽ പ്രവേശിക്കുന്നവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, ധ്യാനത്തിൽ നിന്ന് അകറ്റാൻ, തടസ്സങ്ങളുണ്ടാക്കാൻ, പല വിചാരങ്ങൾ നിറയ്ക്കാൻ പിശാച് നിരന്തരം പ്രവർത്തിക്കും എന്നുള്ള സത്യവും കൂടി നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, നമുക്ക് ഓശാന ഞായറാഴ്ചയിലേക്ക് തിരികെ വരാം. ഓശാന ഞായറാഴ്ച 4 സുവിശേഷങ്ങളും വിവരിക്കുന്നൊരു സംഭവമാണ്. എങ്കിലും മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഞാൻ വായിക്കാൻ കാരണം അവിടെ മർക്കോസ് പറയുന്ന ചില ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങൾ വളരെ പ്രസക്തമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം പറഞ്ഞാൽ മർക്കോസ് പറയുകയാണ്, അവൻ ജെറുസലേമിനെ സമീപിക്കുകയായിരുന്നു. ഒലിവുമലയ്ക്ക് സമീപമുള്ള ബെത്ഫഗെ, ബഥാനിയ എന്നീ ഗ്രാമങ്ങളിലാണ് ഈശോ എത്തുക. അവിടെയാണ് ഓശാന ഞായറാഴ്ചയുടെ ക്രമീകരണങ്ങൾ ഈശോ ആരംഭിക്കും. ഈ ഒലിവുമലയ്ക്കും ഈ ബഥാനിയ, ബെത്ഫഗ ഇതിനൊക്കെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ജെറുസലേമിൻ്റെ കിഴക്കുള്ള മലയാണ്. വിശുദ്ധ നഗരമായ ജെറുസലേമിന് കിഴക്കുള്ള മലയാണ് ഒലിവുമല. ഈ കിഴക്കൻ മലയുടെ മറുവശത്തിരുന്നു കൊണ്ട് ഈശോ പ്ലാൻ ചെയ്യുകയാണ്. എന്താണ്? ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശം.
ഇത് നമ്മളെ ഒരു വലിയ സംഭവം ഓർമ്മിപ്പിക്കുന്നു. എസെക്കിയേലിൻ്റെ പ്രവചന ഗ്രന്ഥം വായിച്ചിട്ടോ ഉള്ളവർക്കറിയാം. എസെക്കിയേലിൻ്റെ പ്രവചനം 10-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇസ്രായേലിനെ ജെറുസലേം ദേവാലയം വിട്ടുപോകുന്ന ഒരു രംഗം അവിടെ അവതരിപ്പിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം വിശുദ്ധ നഗരമായ ജെറുസലേം വിട്ടു പോവുകയാണ്. കെരൂബുകളാൽ ആനയിതനായി കർത്താവിൻ്റെ മഹത്വം, ദൈവമഹത്വം, ഷെക്കീന എന്നാണ് അതിന് ഹീബ്രു ഭാഷയിൽ പറയുക. ദൈവമഹത്വം ദേവാലയം വിട്ടുപോവുകയാണ്, കെരൂബുകളുടെ ചിറകിലേറി. കാരണം എന്തെന്ന് ചോദിച്ചാൽ ജെറുസലേമിൽ അത്രമേൽ പാപം, മ്ലേച്ഛത, ദൈവവിരുദ്ധമായ ചിന്തകൾ, പ്രവർത്തികൾ ശക്തിപ്പെട്ടു പോയപ്പോൾ തിന്മയുമായി സമരസപ്പെടാനാവാത്ത ദൈവം ദേവാലയം തന്നെ വിട്ട് പോവുകയാണ്. കിഴക്കേ വാതിൽ കടന്ന്, കിഴക്കേ കോട്ട കടന്ന് ദൈവമായ കർത്താവ് പോവുകയാണ്. മഹത്വം ജെറുസലേമിനെ വിട്ടുപോയി. അത് ഒലിവുമലയും കടന്ന് ബെഥാനിയായും ബേത്ഭഗായും കടന്ന് കർത്താവിൻ്റെ മഹത്വം ജെറുസലേമിൽ നിന്ന് വിട്ടുപോയി. എസെക്കിയേൽ പ്രവാചകൻ ഈ കർത്താവിൻ്റെ മഹത്വം വിട്ടുപോകുന്നതിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കും. 43-ാം അധ്യായത്തിൽ എസെക്കിയേൽ പറയും, കർത്താവിൻ്റെ മഹത്വം വീണ്ടും ഈ ദേവാലയത്തിലേക്ക് വരും എന്ന് പറയുന്നു. സത്യത്തിൽ ഈ മർക്കോസിനെ വായിക്കുമ്പോൾ നമ്മളുടെ എല്ലാം മനസ്സിൽ, വിശുദ്ധ ഗ്രന്ഥം ശ്രദ്ധാപൂർവം വായിക്കുന്നവർക്ക് മനസ്സിലാകും, സുവിശേഷകൻ ഒരു വലിയ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ നഗരമായ ജെറുസലേം പാപത്താൽ പങ്കിലമായി ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടുത്തി ദേവാലയം വെറും കച്ചവട സ്ഥലമായി മാറിയ അവസ്ഥയിലാണ്. മതവും മതാത്മകതയും ആധ്യാത്മികതയും എല്ലാം പടിയിറങ്ങിപ്പോയ, വളരെ ശോഷിച്ചു പോയ ഊഷരമായ ഒരു പട്ടണം. ദൈവത്തിൻ്റെ നഗരമെന്നതിന് പേരേ ഉള്ളൂ, പക്ഷേ ദൈവത്തിന് അവിടെ വാസസ്ഥാനമില്ലാത്ത നഗരമാണ്. ദൈവത്തിന് പ്രവേശനമില്ലാത്ത നഗരമായി ജെറുസലേം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിത്യവും അവരോടൊത്ത് വസിക്കാൻ വേണ്ടി തൻ്റെ മഹത്വം സ്ഥാപിച്ച കൃപാസനത്തിൽ നിന്ന് ദൈവം എഴുന്നേറ്റ് പോയി. കെരൂബുകളുടെ അകമ്പടിയോടെ അവൻ ഒലിവുമലയും കടന്ന് കിഴക്കോട്ട് യാത്ര ചെയ്തു. അങ്ങനെ വിട്ടുപോയ മഹത്വം ഇതാ കിഴക്ക് നിന്ന് വീണ്ടും ജെറുസലേത്തേക്ക് വരുന്നു. ഇതാണ് ഓശാന ഞായറാഴ്ചയുടെ ഒന്നാമത്തെ സന്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കും. അതായത് നമ്മുടെ പാപം മൂലമാകാം, നമ്മിലെ അവിശ്വാസം മൂലമാകാം, നിരീശ്വരവാദ ചിന്ത മൂലമാകാം, നമ്മിലെ ദൈവവിരുദ്ധമായ പ്രവർത്തനങ്ങൾ മൂലം കർത്താവിൻ്റെ മഹത്വം നമ്മിൽ നിന്ന് അകന്നുപോയ സാഹചര്യങ്ങളുണ്ടാകാം, അതിനുള്ള പരിതോവസ്ഥകളുണ്ടാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് മാമോദീസ വഴി മായാത്ത മുദ്ര സ്വീകരിച്ച നമ്മിൽ പരിശുദ്ധാത്മാവ് വസിക്കേണ്ടതാണ്. പക്ഷേ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ പാപം മൂലം നമ്മൾ നിർവീര്യമാക്കി കളയുന്ന സാഹചര്യമുണ്ട്. ദൈവീക ചൈതന്യം നഷ്ടമായ നഗരത്തിലേക്ക് ദൈവം തൻ്റെ ചൈതന്യമായി കടന്നു വരുന്നു എന്നുള്ളതാണ് ഓശാനയുടെ ആദ്യ സന്ദേശമെങ്കിൽ ഈ വിശുദ്ധവാരത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഓർക്കുക, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഒന്നാമതായി ഈ ഒരു സത്യമാണ്. നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ, നിൻ്റെ ആത്മാവിൽ ദൈവത്തിന് പ്രവേശനം നിഷേധിച്ച സാഹചര്യങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്, അനുഭവങ്ങളുണ്ട്. എന്നാൽ നിന്റെ ദൈവം തൻ്റെ മഹത്വം നിന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കും. ദൈവം നമ്മിലേക്ക് വീണ്ടും മഹത്വപൂർണനായി വന്നു ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ പീഡാനുഭവ വാരത്തിൻ്റെ ആദ്യ ദിനത്തിൽ, ഓശാന ഞായറാഴ്ചയിൽ ദൈവം നമുക്ക് പങ്കുവെച്ച് തരുന്നത് എന്നുള്ള സത്യം ഓർക്കുക. അതുപോലെ തന്നെ സക്കറിയായുടെ പ്രവചനം ഇവിടെ സുവിശേഷകൻ ഉദ്ധരിക്കുന്നു.
സിയോൻ പുത്രി ആനന്ദിച്ചാഹ്ലാദിക്കുക, നിന്റെ രാജാവ് കഴുതപ്പുറത്തേറി നിന്റെ പക്കലേക്ക് വരുന്നു എന്ന് പറയുന്നു. ദാവീദ് രാജാവ് വീണ്ടും വരും എന്നുള്ള വിശ്വാസം. കഴുതപ്പുറത്തേറി അവൻ വരും. സോളമനാണ് ഇതിനു മുമ്പ് കഴുതപ്പുറത്തേറി യാത്ര ചെയ്ത ഒരേ ഒരു രാജാവ്. സോളമൻ കിരീടം ധരിക്കാൻ വേണ്ടി ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്നത് കഴുതപ്പുറത്തേറിയാണ്. ജനം അവനെ ദാവീദിൻ്റെ പുത്രൻ ഹോശാന എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുന്ന രംഗം നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നു. ആ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ആത്യന്തികമായി ഈ ഒരു യാഥാർത്ഥ്യവും എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവമായ കർത്താവ് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം 33-ാമത്തെ തിരുവചനത്തിലാണ് കഴുതപ്പുറത്തേറിയ സോളമൻ്റെ കഥ നമ്മൾ വായിക്കുന്നത്. ഈ സോളമൻ കിരീടം ധരിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഈശോയും പോകുന്നത് ജെറുസലേത്തേക്ക് കിരീടധാരണത്തിന് വേണ്ടിയാണ്. സോളമൻ്റെ കിരീടം സ്വർണം കൊണ്ടുള്ളതാണ് എങ്കിൽ മിശിഹ ധരിക്കാൻ പോകുന്ന കിരീടം മുൾക്കിരീടമാണ്. സോളമൻ്റെ സിംഹാസനം രത്നഖചിതമാണ് എങ്കിൽ മിശിഹ ഇരിക്കാൻ പോകുന്ന സിംഹാസനം ആകാശത്തിനും ഭൂമിക്കും മധ്യേ നാട്ടപ്പെട്ട കുരിശാണ്. അവൻ്റെ കൈകൾ വിശ്രമിക്കുന്നത് അനുഗ്രഹീതമായി അലങ്കരിക്കപ്പെട്ട സിംഹാസനത്തിൻ്റെ കൈപ്പിടികളിലല്ല, മറിച്ച് ഇരുമ്പാണികളിലായിരിക്കും. സോളമനെ പോലെ അവനും കിരീടം ധരിക്കാൻ പോകുന്നു. അവൻ്റെ കിരീടധാരണത്തിന് വ്യത്യാസമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഹോശാനയുടെ 2-ാമത്തെ സന്ദേശവും പ്രസക്തമാണ്. ദൈവമായ കർത്താവ് പ്രവർത്തിക്കുന്ന രീതികൾ വ്യത്യസ്തമാണ്. ചിലപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് അനുഗ്രഹങ്ങളുടെ വലിയ അകമ്പടി നൽകും. ഒന്നിനു പിറകെ ഒന്നായി അവർ ചെയ്യുന്നതെല്ലാം കൃപയായി, അനുഗ്രഹമായി, അഭിഷേകമായി പരിണമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലരുടെ ജീവിതത്തിൽ സഹനങ്ങളിൽ നിന്ന് സഹനങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, ഒന്നിനു പിന്നാലെ ഒന്നായി കുടുംബത്തിൽ അനർത്ഥങ്ങളായ മരണങ്ങൾ സംഭവിക്കുക, വലിയ വേദനകളിലേക്ക്, അപകടങ്ങളിലേക്ക് വീഴുക, ഒരു വീട്ടിൽ തന്നെ 3 കിടപ്പ് രോഗികൾ ഉണ്ടാകുന്ന അവസ്ഥ, അത്തരം കുടുംബത്തിൽ പോകാൻ എനിക്കിട വന്നിട്ടുണ്ട്. പലപ്പോഴും അത്തരം വീടുകൾ സന്ദർശിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സങ്കടപ്പെടും. ദൈവമേ, എന്തുകൊണ്ടാണ് അവിടുന്ന് ഇങ്ങനെ സഹനങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അവർക്ക് വഹിക്കാവുന്നതിനും അപ്പുറത്തെ സഹനങ്ങൾ നൽകുന്നത് എന്ന ചിന്ത നമ്മളിൽ ഭാരപ്പെടുത്തുമ്പോൾ ഈ ഹോശാന ഞായറാഴ്ച നമ്മളെ ഓർമ്മിപ്പിക്കുക. ചിലർക്ക് ദൈവം നൽകുന്ന മഹത്വത്തിൻ്റെ കിരീടം മുള്ളുകൊണ്ട് നിർമ്മിച്ചതാണ്. ചിലർക്കായി ദൈവം ഒരുക്കുന്ന സിംഹാസനം കുരിശിൻ്റെ സിംഹാസനമാണ്. കുരിശിൻ്റെ സിംഹാസനം ലഭിച്ചത് മോശപ്പെട്ട ഒരു സിംഹാസനമായി നമ്മൾ ധരിക്കരുത്. സോളമൻ്റെ സിംഹാസനത്തെക്കാളും മഹത്വമുണ്ട് കർത്താവിൻ്റെ സിംഹാസനത്തിന്. സോളമൻ്റെ കിരീടത്തെക്കാളും മഹത്വമുണ്ട് മിശിഹായുടെ മുൾക്കിരീടത്തിന്. സോളമൻ്റെ ജീവനേക്കാളും ജീവിതത്തെക്കാളും മഹത്വമുണ്ട് ക്രിസ്തുവിൻ്റെ ജീവിതത്തിന് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലേ? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പീഡാനുഭവ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവാനുഗ്രഹം എന്ന ആ ഒരു പദത്തെ പുനർനിർവചിക്കാൻ വേണ്ടിയാണ്. ദൈവാനുഗ്രഹം, നമ്മൾ ലോട്ടറി അടിച്ചു, ദൈവാനുഗ്രഹം ഉണ്ട് എന്ന് നമ്മൾ പറയും. പരീക്ഷ എഴുതി അത് ജയിച്ചു, ദൈവാനുഗ്രഹം എന്ന് നമ്മൾ വിലയിരുത്തുന്നു. കാറപകടം ഉണ്ടായി, പലർക്കും ദുരന്തം സംഭവിച്ചു, നമുക്ക് മാത്രം ഒരു കുഴപ്പം, ഒരു പോറൽ പോലും പറ്റിയില്ല, ദൈവാനുഗ്രഹമായി നമ്മൾ കരുതുന്നു. ഓക്കെ, അതൊക്കെയും ദൈവാനുഗ്രഹമാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കാറപകടത്തിൽ മരിച്ചവൻ അനുഗ്രഹിക്കപ്പെടാത്തവനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പരീക്ഷയിൽ തോറ്റുപോയവനെയെല്ലാം ദൈവം കൈവിട്ടതാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അപകടത്തിൽ നടുതളർന്ന് കട്ടിലേ കിടക്കുന്നവന് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. അവൻ കൂടുതൽ ഉപരിയായ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് എന്ന സത്യം തിരിച്ചറിയണം. സോളമനാണോ മിശിഹാ തമ്പുരാനാണോ കൂടുതൽ മഹത്വം എന്ന് തിരിച്ചറിയുക. കുരിശിൻ്റെ വഴി
മഹത്വത്തിൻ്റെ വഴി തന്നെയാണ് എന്ന തിരിച്ചറിവോടെ പ്രിയപ്പെട്ടവരെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കും. നാം ഈ ഓശാനയുടെ വചനഭാഗത്തേക്ക് തിരികെ വരുമ്പോൾ വീണ്ടും മൂന്നാമത്തെ ചിന്ത ഇതാണ്: ദൈവമായ കർത്താവ് എല്ലാം സൂക്ഷ്മമായി അറിയും. അവിടുന്ന് അറിയാതെ, അനുവദിക്കാതെ, അവിടുത്തെ തിരുഹിതപ്രകാരമല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവമായ കർത്താവ് പറയുന്നത് കേട്ടോ, അവിടുന്ന് ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ചെല്ലുക, ഒരു പടി കിടന്നപ്പുറം എത്തുമ്പോൾ ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നതാണ്, അതിനെ അഴിച്ചുകൊണ്ട് വരിക. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് ഈ കഴുതി അഴിച്ചുകൊണ്ട് പോകുന്നത്? ആരോട് ചോദിച്ചിട്ട് ഇത് അഴിക്കുന്നു? കർത്താവിന് അതിനെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അവർ വിട്ടുതരും. ശിഷ്യന്മാർ പോയി ഈശോ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു. വീണ്ടും ഈശോ പറയും, തനിക്ക് പെസഹ ഒരുക്കാൻ പോകുന്നതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? നിങ്ങൾ നടന്നു പോവുക, ഒരു സ്ത്രീ വെള്ളം കോരിക്കൊണ്ടെതിരെ വരുന്നതാണ്. ആ സ്ത്രീയോട് ചോദിക്കും, അപ്പോൾ നിനക്ക് സജ്ജീകരിക്കപ്പെട്ട ഒരു മാളിക കാണിച്ചു തരും, അവിടെ കയറി ചെന്ന് അവിടെ പെസഹ ഒരുക്കിക്കും. എല്ലാം ഈശോ പറഞ്ഞതുപോലെ കൃത്യമായി അപ്പസ്തോലന്മാർ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യും. ഇത് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ചില വെള്ളം കോരുന്ന മനുഷ്യരിലൂടെ, ചില കഴുതയെ നോക്കുന്ന മനുഷ്യരിലൂടെ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം ഇടപെടുന്നത് അതിസ്വാഭാവികമായ അടയാളങ്ങളിലൂടെയും രാത്രിയിൽ മുഴങ്ങിക്കേൾക്കുന്ന അശരീരികളിലൂടെയും ഒക്കെയാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. വെള്ളം കോരി എതിരെ വരുന്നൊരു സ്ത്രീ, ആ സ്ത്രീ പോലും അറിയാതെ ദൈവം അവളിലൂടെ നമ്മൾക്ക് വേണ്ട മാർഗനിർദ്ദേശം തരും. കഴുതയെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യര്, അവർ പോലും അറിയാതെ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാകും. ജീവിതത്തിൽ നാം കാണുന്നവരും കേൾക്കുന്നവരും കണ്ടുമുട്ടുന്ന സകല മനുഷ്യരിലൂടെയും ദൈവം നമ്മെക്കുറിച്ചുള്ള രക്ഷാകരമായ പദ്ധതി പൂർത്തിയാക്കുന്നുണ്ട് എന്ന സത്യം പ്രിയപ്പെട്ടവരെ തിരിച്ചറിയും. ഈ ഓശാനയുടെ മറ്റൊരു വലിയ പ്രത്യേകത, ഓശാന എന്നത് പെസഹ വ്യാഴാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ 4 ദിവസങ്ങൾ പിന്നിലാണ് ഈ ഓശാന. പെസഹ കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കുന്ന ദിവസമാണ് നീസാൻ മാസം 10-ാം തീയതി. നീസാൻ 10-ാം തീയതിയിൽ പെസഹ കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ നടപടിക്രമങ്ങൾ പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ആ ദിവസം നിങ്ങളൊരു ആട്ടുംകുഞ്ഞിനെ തിരഞ്ഞെടുക്കണമെന്ന് പറയും. യെസ്, ഈശോ പെസഹായിക്ക് നീസാൻ മാസം 10-ാം തീയതി ഞായറാഴ്ച തന്നെ തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. എല്ലാ ഇസ്രായേൽ ഭവനങ്ങളിലും ആ വർഷത്തെ പെസഹായ്ക്കുള്ള കുഞ്ഞാടിനെ തിരഞ്ഞെടുക്കുന്ന അതേ സമയത്ത്, അതേ ദിനത്തിൽ ഈശോ മിശിഹ തന്നെ പെസഹ കുഞ്ഞാടായി സമർപ്പിച്ചുകൊണ്ട് കഴുതപ്പുറത്തേറി വരികയാണ്. അതായത് താൻ ചെയ്യുന്നത് എന്താണ് എന്ന് കർത്താവിന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. മരണത്തിലേക്കാണ് താൻ പോകുന്നത് എന്ന്, ഈ യാത്രയ്ക്ക് ശേഷം കാൽവരിയിലെ കുരിശിലേറി താൻ പിടഞ്ഞു മരിക്കുമെന്ന്, താൻ സംസ്കരിക്കപ്പെടുമെന്ന് കർത്താവിന് വളരെ വ്യക്തമായി അറിയാം. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ അർത്ഥം ഗ്രഹിച്ച ഈശോ മിശിഹ തന്നെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ പദ്ധതി അനുസരിച്ചാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടെ തൻ്റെ മരണത്തെ ഉത്സവം പോലെ ആഘോഷിക്കാൻ, മരണത്തിലേക്കുള്ള അന്ത്യയാത്രയെ ആഘോഷമായ വിജയഭേരിയാക്കി മാറ്റാൻ കർത്താവ് തീരുമാനിക്കുന്നത് ഈ രക്ഷയുടെ അനുഭവത്തിൽ വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്ത് നാം എത്തുമ്പോൾ തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങൾ, വേദനകൾ, തിരിച്ചടികൾ, വലിയ ദുരന്തങ്ങൾ, കടബാധ്യതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന 1000 മുള്ളാണികൾ, ഇരുമ്പാണികൾ, മുൾക്കിരീടങ്ങൾ, ചമ്മട്ടി അടികൾ നമ്മളെയും കാത്തിരിപ്പുണ്ട് എന്നല്ല, നമ്മിൽ പലരും സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയി അതിൻ്റെ ദുരന്ത സ്മരണ പേറുന്നവരാണ്. ഇതൊന്നും ദൈവം കൈവിട്ടതല്ല, രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ് എന്ന്, ഈ രക്ഷാകര പദ്ധതി
നാശത്തിൽ അവസാനിക്കാനുള്ളതല്ല. അരിമത്യാക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ ഒടുങ്ങാനുള്ളതല്ല ദൈവപുത്രൻ്റെ ജീവിതം. കല്ലറ തുറന്ന് മഹിമപ്രതാപങ്ങളോടെ അവൻ എഴുന്നേറ്റ് വരുന്നത് പോലെ നമ്മുടെയും ജീവിതത്തിലേക്ക് ദൈവം മഹിമപ്രതാപങ്ങളുമായി കടന്നു വരും എന്നുള്ള ഓർമ്മപ്പെടുത്തലിൻ്റെ സുദിനമാണ് ഈ ഓശാന ഞായറാഴ്ച എന്ന് തിരിച്ചറിയാം. ഓശാനയുടെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഓശാന ഞായറാഴ്ച ജനം വിളിച്ചതാണ് ഓശാന ഓശാന. ഓശാന എന്ന് പറഞ്ഞാൽ ഹോഷിയാന എന്ന ഹീബ്രു വാക്കിൻ്റെ അർത്ഥം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇതിന് തൊട്ടു മുമ്പുള്ള സംഭവം ബർത്തേമിയോസിനെ സുഖപ്പെടുത്തുന്നത്. ബർത്തേമിയോസിൻ്റെ നിലവിളിയാണ്, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിക്കണമേ എന്ന് ബർത്തേമിയോസ് നിലവിളിച്ചെങ്കിൽ ആ നിലവിളി ഒരു ജനക്കൂട്ടത്തിൻ്റെ മുഴുവനും നിലവിളിയായി മാറുന്നതാണ് ഈ ഓശാന ഞായറാഴ്ചയുടെ പ്രമേയമെങ്കിൽ നമുക്കും വിളിക്കാം, കർത്താവേ രക്ഷിക്കണമേ എന്ന്. എല്ലാ സങ്കടങ്ങൾക്ക് നടുവിലും, വേദനകളുടെ തീച്ചൂളകൾക്കിടയിൽ, രോഗാതുരമായ അനുഭവങ്ങളിൽ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ വയ്യാതെ കിടപ്പ് രോഗികളായി വർഷങ്ങളായി കഴിയുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. പ്രിയ സഹോദരങ്ങളെ, നമുക്കും വിളിക്കാം, കർത്താവേ രക്ഷിക്കണമേ, ദാവീദിൻ്റെ പുത്ര ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഓശാനയുടെ പ്രാർത്ഥന നാം ഓരോരുത്തരുടെയും പ്രാർത്ഥനാനുഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം ഓശാനയുടെ അനുഗ്രഹങ്ങൾ, രക്ഷയുടെ അനുഗ്രഹങ്ങൾ, തന്നെ വ്യത്യസ്തനായി വെളിപ്പെടുത്തുന്നതിൻ്റെ ഹൃദ്യമായ അനുഭവം, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ ദൈവാനുഭവം വീണ്ടും തരുന്ന ഓശാന അനുഭവം നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധമായി നൽകട്ടെ. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. വചനം കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് നാം ഈ വചനത്തെ മനനം ചെയ്ത് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും നമ്മുടെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും കർത്താവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ആരാധന. ആരാധനയുടെ ദിവ്യമായ നിമിഷങ്ങളിലേക്ക് നമുക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലരിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥാന നിന്നിൽ ചേരേണം, എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം.
യേശുനാഥ ഒരു ശിശുവാ എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. യേശുനാഥ ഒരു ശിശുവായി എന്നെ നിന്റെ മുൻപിൽ നൽകിയിടുന്നേ. എൻ്റെ പാപമേതും മായ്ച്ചു നീ, ദുഃഖഭാരമെല്ലാം മോചിച്ചു നീ. ആത്മാവിൽ നീ വന്നേരമിൻ, കണ്ണീരുവേഗം ആനന്ദമായി. ആത്മാവിൽ നീ വന്നേരമിൻ, കണ്ണീരുവേഗം ആനന്ദമായി. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അവദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തിപ്പാടാം. ആ പദമലയിൽ താണു വീണു വന്നിച്ചിടാം. ആത്മനാഥനായി നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. ആത്മനാഥനായി നിന്നിൽ ചേരേണം എൻ മനസ്സിൽ നീ നീണാൾ വാഴേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ഈശോയെ, ഈ തിരുവോസ്തിയിൽ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാനായി എഴുന്നള്ളിയിരിക്കുകയാണല്ലോ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഏറ്റവും തീക്ഷ്ണമായി ധ്യാനിക്കുന്ന വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ദിനമാണിന്ന്. ഒരാണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ഓശാന മുതൽ ഉയർപ്പ് വരെയുള്ള 7 ദിനങ്ങൾ. നമ്മുടെ കർത്താവ് ദിവ്യകാരുണ്യമായി മാറിയ മനുഷ്യകുലത്തോടുള്ള കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തീവ്രത നമ്മൾ അറിയുന്ന ഈശോയുടെ ജീവിതത്തിൻ്റെ മഹാസംഭവങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളാണല്ലോ ഇത്. ജെറുസലേമിലേക്ക് രാജകീയമായി നമ്മുടെ ഈശോ പ്രവേശിക്കുന്ന സംഭവമാണ് ഓശാന ഞായറാഴ്ച നമ്മൾ അനുസ്മരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്നൊരു ജനം മിശിഹായെ കാത്തിരുന്നൊരു ജനത്തിൻ്റെ പ്രതീക്ഷയിലേക്കാണ് എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് ഈശോ പ്രവേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കാണ് കർത്താവ് കടന്നു വരുന്നത്. രക്ഷകനെ കാത്തിരുന്ന ജനം ഓശാന വിളിയോടുകൂടി അവനെ എതിരേറ്റുവെന്നാണല്ലോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ള വിളിയായിരുന്നു ആരവമായി കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് അവർ പ്രാർത്ഥനയായി മുഴക്കിയത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് രാജകീയമായി നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കട്ടെ. നമ്മുടെ ജീവിതം മുഴുവൻ വിശദീകരിക്കപ്പെടേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിശുദ്ധ വാരവും നമുക്ക് നൽകുന്നത്. ജെറുസലേം ദേവാലയത്തിലേക്ക് കർത്താവ് പ്രവേശിച്ച് ആ ദേവാലയം വിശുദ്ധീകരിച്ചത്
ജെറുസലേമിലാണ് രക്ഷയുടെ വലിയ സംഭവങ്ങൾ അരങ്ങേറേണ്ടത്. മിശിഹാ രഹസ്യങ്ങളുടെ പൂർത്തീകരണം സംഭവിക്കേണ്ട ജെറുസലേമിനെ കർത്താവ് വിശദീകരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ വേണ്ടി നമ്മുടെ കർത്താവ് വരികയാണ്. ഈ വിശുദ്ധവാരം കർത്താവ് ഞങ്ങൾക്ക് ഏറ്റവും വിശുദ്ധീകരണത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റേതുമാകണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടാവട്ടെ. ദിവ്യകാരുണ്യമായി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും അവൻ രാജാവായി പ്രവേശിക്കണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിലേക്ക് രാജാവായി പ്രവേശിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഓശാന ഞായറാഴ്ചത്തെ നമ്മുടെ അധരങ്ങളിലും ഹൃദയത്തിലും ഉയരുന്ന പ്രാർത്ഥനയും അതായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരണമേ. രക്ഷാകരമായ സംഭവങ്ങളെല്ലാം പൂർത്തീകരിക്കാനാണല്ലോ അങ്ങ് ജെറുസലേമിലേക്ക് യാത്രയാകുന്നതും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതും. കർത്താവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണം. പ്രിയപ്പെട്ടവരെ, തീക്ഷ്ണമായ പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി നമുക്ക് ഈ ആരാധനയുടെ സമയത്തെ മാറ്റാം. ദിവ്യകാരുണ്യത്തിൽ നിന്നാണ് എൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞാൻ സംഭരിക്കുന്നതെന്ന് പറഞ്ഞ് വിശുദ്ധ ഫൗസ്തീനയുടെ വാക്കുകൾ നമ്മൾ ഓർമ്മിക്കുകയാണ്. നമ്മുടെ കണ്ണെത്തുന്ന ദൂരത്ത്, നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് രക്ഷകനായ ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി ദിവ്യകാരുണ്യത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മുടെ ഏറ്റവും അനുഗ്രഹീതമായ നിമിഷങ്ങളാക്കി നമുക്കിതിനെ മാറ്റാം. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സങ്കടം. കർത്താവില്ലാത്ത ജീവിതത്തിൻ്റെ മേഖലകളിൽ വലിയ ശൂന്യത നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നീ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെയാണ് ഞങ്ങൾ. പ്രിയപ്പെട്ടവർ, ഈ തിരുവോസ്തിയിൽ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തിരിപ്പുണ്ട്. നമ്മളെ അനുഗ്രഹിക്കുവാൻ, ഈ വിശുദ്ധവാരത്തിൽ നമ്മളെ വിശുദ്ധീകരിക്കുവാൻ നമ്മുടെ കർത്താവ് ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിപ്പുണ്ട്. നമ്മൾ കർത്താവിനെ നമ്മൾ സ്തുതിച്ചൊന്ന് ആരാധിക്കുകയാണ്. കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പകരം എന്താണ് കർത്താവിന് കൊടുക്കുക? ഈശോയെയും ദിവ്യകാരുണ്യമായവനെയും അങ്ങയുടെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണല്ലോ അങ്ങയെ സ്വീകരിക്കുവാനും അങ്ങയുടെ അനുഗ്രഹം സ്വന്തമാക്കുവാനും ഞങ്ങൾക്ക് സാധിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ട് ഈശോയെ നമുക്ക് സ്നേഹത്തോടെ വിളിക്കാം. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ജനം, രക്ഷകനെ കാത്തിരുന്ന ജനം, ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള നിലവിളിയോടെയാണ് ഈശോ എതിരേറ്റത്. കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് നീ വരണം. നീ വരാത്തതിൻ്റെ വലിയ ശൂന്യത ഞങ്ങൾക്കുണ്ട്. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് നീ വരണമേ. നമുക്ക് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. Hosanna, Hosanna, Hosanna. ഈശനു സദതം
പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവൻ. പരമഖിലവും അഖിലേശ്വരാ, മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഹോശാന ഈശനു സദതം. ഹോശാന 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 ഈശനു സദതം. ഹോശാന 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 ഹോശാന. ഒലിവിൻ ചില്ലകൾ കൈകളിലേന്തി ജനം കർത്താവിനെ സ്വീകരിച്ചത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ഓശാന ഞായറാഴ്ച ദേവാലയങ്ങളിൽ കൈകളിൽ കുരുത്തോലകൾ ഏന്തിയാണ് നമ്മുടെ കർത്താവിന് നമ്മൾ ജയ് വിളിച്ച് നമ്മൾ സ്വീകരിക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു സന്തോഷം നൽകുന്ന നമ്മുടെ ദേവാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണല്ലോ നമുക്ക് ഓശാന ഞായറാഴ്ച. കൈകളിൽ നമ്മൾ ഉയർത്തുന്ന കുരുത്തോലകൾ ഈശോയെ ഞങ്ങളുടെ തന്നെ ജീവിതങ്ങളാണെന്ന് തിരുസന്നിധി ഞങ്ങൾ ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമ്പൂർണമായി നമ്മളെ സമർപ്പിക്കാനുള്ള ഒരു ആഹ്വാനം വിശുദ്ധ വാരത്തിലെ ഓശാന ഞായറാഴ്ച കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. ഒരു ജനത്തിൻ്റെ നിലവിളിക്കുള്ള ഉത്തരമായി രക്ഷകനായ അങ്ങ് ജെറുസലേമിലേക്ക് പ്രവേശിച്ചത് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ട രക്ഷകനാണ് അവിടുന്ന്. പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായും നമ്മുടെ സർവവുമായി മാറാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തിൽ വലിയ ശൂന്യതയും നിരാശയും നമ്മൾ അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണല്ലോ. കർത്താവെ, ഞങ്ങളുടെ കൈകളിലുള്ള കുരുത്തോലകൾ, ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങൾ ഇന്ന് സ്ഥാപിക്കുന്ന കുരുത്തോലകളൊക്കെ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതീകങ്ങളാണ്. ഈ കുരുത്തോല ഞങ്ങൾ ഉയർത്തുന്നത് അങ്ങയുടെ പക്കലേക്കാണ്. ഈശോ, ഞങ്ങളുടെ ജീവിതങ്ങൾ അവിടുന്ന് സ്വീകരിക്കണമേ. വിശുദ്ധ വാരത്തിലെ വിശുദ്ധ രഹസ്യങ്ങൾ, രക്ഷയുടെ മഹാസംഭവങ്ങൾ അരങ്ങേറേണ്ട ജെറുസലേമിനെ, ആ ദേവാലയത്തെ അങ്ങ് വിശുദ്ധീകരിച്ച് പവിത്രീകരിക്കുകയാണല്ലോ. കർത്താവ് തിരുസന്നിധി നിൽക്കുവാൻ, നിന്റെ സ്നേഹവലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത വിധം വിശുദ്ധിയില്ലാത്ത ജീവിതത്തിൻ്റെ ഒരുപാട് പ്രത്യേകതകളും മേഖലകളും ഞങ്ങൾക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓശാന ഞായറാഴ്ച നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ട ജീവിത മേഖലകൾ കർത്താവിന് സമർപ്പിക്കണമെന്ന് ഈശോ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അവിടുത്തെ സ്നേഹത്തിൻ്റെ തീവ്രതകൾ അനുഭവിക്കുന്ന, തീവ്ര നിമിഷങ്ങൾ ഓർക്കുന്ന പെസഹായും, നമുക്ക് വേണ്ടി കർത്താവ് മരിച്ച അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ തീവ്രമായ വേദനയുടെ ദുഃഖവെള്ളിയും മഹത്വത്തിൻ്റെ ഉയർപ്പും നമുക്കൊരാത്മീയ അനുഭവത്തിൻ്റെ വേദിയ അവസരമാകണമെങ്കിൽ നിശ്ചയമായി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണമെന്ന് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എളിമയോടെ നമുക്ക് ഈശോയുടെ കാരുണ്യത്തിൻ്റെ മുമ്പിലായിരിക്കാം. നമ്മൾ ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലാണ് നമ്മുടെ കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഓർക്കുന്നത്. കരുണയോടെയാണ് അവിടുന്ന് നമ്മളെ സമീപിക്കുന്നത്. എന്തെല്ലാം കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും വിശുദ്ധീകരിക്കപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നീ ഈശോയ്ക്ക് മുമ്പിലായിരിക്കുന്നതെങ്കിൽ നിശ്ചയമായും കർത്താവ് നമ്മുടെ അടുത്തേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് വരും. പ്രിയപ്പെട്ടവരെ, ഈശോ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും സന്തോഷിക്കുന്നതും ഈ വിശുദ്ധ വാരത്തിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമ്മൾ കർത്താവിന് സമ്മാനിക്കുമ്പോഴാണല്ലോ.
കർത്താവ്, ഈ ആരാധന മണിക്കൂറുകളിൽ ഞങ്ങളുടെ മനസ്സിൽ തീവ്രമായി ഞങ്ങൾ സൂക്ഷിക്കുന്ന പ്രാർത്ഥന ഇതാണ്: അവിടെ ഞങ്ങളെ വിശുദ്ധീകരിക്കണം. ജെറുസലേം ദേവാലയത്തിന് യോജിക്കാത്തതെല്ലാം അവിടുന്ന് മാറ്റി ആ ദേവാലയം അങ്ങ് പൗത്രീകരിച്ചല്ലോ. ഇന്ന് പൗത്രീകരിക്കപ്പെടേണ്ട, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഇടം കർത്താവേ എൻ്റെ ജീവിതമാണ്. ഈശോയുടെ ആലയങ്ങളാണ് നമ്മുടെ ശരീരങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. വിശുദ്ധമായൊരാത്മാവും വിശുദ്ധമായൊരു ശരീരവും കർത്താവേ, ഈ വിശുദ്ധ വാരത്തിൽ ഞങ്ങൾക്ക് അങ്ങേക്ക് സമ്മാനിക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് വരുമ്പോൾ നമ്മൾ സമ്മാനിക്കുന്നത് നമ്മുടെ വിശുദ്ധീകൃതമായൊരു ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, തീക്ഷ്ണമായി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പാപത്തിൻ്റെ കറകൾ മായ്ക്കാനാണ് അങ്ങ് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നതും കാൽവരിയിലേക്ക് നീങ്ങുന്നതും കുരിശിൽ ആണികളാൽ തറയ്ക്കപ്പെടുന്നതും. ഒരുപാട് വിശുദ്ധവാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടും കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു വിശുദ്ധീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അങ്ങ് ഇടപെടണമേ. നമുക്ക് തീക്ഷ്ണമായി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോ, അങ്ങൻ്റെ ജീവിതത്തിൽ ഇടപെടണം. പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ വിശുദ്ധവാരത്തേക്കാൾ പറ്റിയൊരു സമയം നമുക്ക് മറ്റൊരു സമയം ഈ ഒരു വർഷത്തിൽ നമുക്ക് ജീവിതത്തിലില്ല. നമ്മുടെ കർത്താവിൻ്റെ പീഡകളുടെ തീവ്രമായ വേദനയുടെ ആഴം ഓർമ്മിച്ചുകൊണ്ട് വിശുദ്ധീകരിക്കണമേ എന്ന തീക്ഷ്ണമായ പ്രാർത്ഥനയോടെ, ഈശോ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയെ പാടി ആരാധിക്കാം. ആഴത്തിലെന്നോട് ഇടപെടണേ.
ഈ വിശുദ്ധവാരം കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിൻ്റെ സർവവുമായി മാറുന്ന അവസരമായി മാറട്ടെ. ഓശാന ഞായറാഴ്ച നമ്മളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്ന ഒരു വചനം, കർത്താവിന് ജെറുസലേമിലേക്ക് രാജകീയമായി പ്രവേശിക്കുവാൻ കഴുതയെയും കഴുതക്കുട്ടിയെയും കൊണ്ടുവരുവാൻ ശിഷ്യന്മാരോട് പറയുമ്പോൾ ആരെങ്കിലും അതേക്കുറിച്ച് ചോദിച്ചാൽ കർത്താവിന് അവയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക എന്നുള്ളൊരു വചനമാണ്. ഈശോ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നത്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവർക്ക് നമ്മളെ ആവശ്യമില്ല. ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ലാത്ത ഒരു ജീവിതമാണ് എൻ്റേത് എന്നൊക്കെ കരുതി പോകാൻ സാധ്യതയുള്ളതുപോലെയുള്ള ജീവിതത്തിൻ്റെ തകർച്ചകളോ അനുഭവങ്ങളോ ഒക്കെ ആയിരിക്കാം. ഈ ഓശാന ഞായറാഴ്ച കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് നൽകുന്ന വലിയ ആത്മവിശ്വാസം ഇതാണ്: എൻ്റെ കർത്താവിന് എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ ഈശോ കേന്ദ്രീകൃതമാക്കി കുറേയും കൂടി നവീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഈ ഓശാന ഞായറാഴ്ച നമ്മുടെ കർത്താവിനെ സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഈ ആഴ്ചയിലെ എല്ലാ ദിനങ്ങളിലും കൂടുതൽ തീക്ഷ്ണമായി കർത്താവിനെ സ്നേഹിക്കുന്ന പ്രവൃത്തികളും പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. പെസഹായിലേക്കും ദുഃഖവെള്ളിയിലേക്കും ഈസ്റ്ററിൻ്റെ മഹത്വത്തിലേക്കും നമുക്ക് ഏറ്റവും ആത്മീയമായ ഒരുക്കത്തോടുകൂടി നമുക്ക് ഈ വർഷത്തെ വിശുദ്ധവാരം നമുക്ക് ആചരിക്കാം. ഈ ആഴ്ചയിലെ എല്ലാ ദിനങ്ങളും കർത്താവെ ഞങ്ങൾ വിശുദ്ധീകരിക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്ന അവസരമാകട്ടെ. അവിടെ ഞങ്ങളെ കരുണയോടെ കടാക്ഷിക്കണമേ. അവിടെ ഞങ്ങളെ ആശീർവദിക്കണമേ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാദനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു മടങ്ങിടുവിൻ. സന്നിധി ചേർന്നു മടങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തനമേ ദിവ്യവരങ്ങൾ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.